ഈ IPCയിലെ 376 വകുപ്പിന് സമഗ്രമായ ഭേദഗതി വന്നത് ഡൽഹി നിർഭയ കേസോടുകൂടിയാണ്. ആ കേസിന്റെ ഗൗരവം കണക്കിലെടുത്താണ് അന്നത്തെ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് സമഗ്രമായ ഭേദഗതി വരുത്തി കൂട്ടബലാത്സംഗത്തിന് മിനിമം ശിക്ഷ 20 കൊല്ലവും പരമാവധി ശിക്ഷ ലൈഫ് ഇംപ്രിസൺമെന്റ് ജീവപര്യന്ത തടവിന് ഒരു നിർവചനം കൊടുത്തു. ലൈഫ് ഇംപ്രിസൺമെന്റ് എന്ന് പറഞ്ഞാൽ ശേഷിക്കുന്ന ജീവിതകാലം എന്നാണ്. അപ്പൊ ഓരോ കേസിന്റെ ഗ്രാവിറ്റി അനുസരിച്ച് കുറ്റകൃത്യത്തിന്റെ ഗൗരവവും അതിന്റെ ഹീനമായ സ്വഭാവം അനുസരിച്ച് ശിക്ഷയും കൂടണം. ഒരു സാധാരണ കൂട്ടബലാത്സംഗത്തിനുള്ള ബലാത്സംഗമല്ല ഈ സംഭവം, ഈ നടിയെ ആക്രമിച്ച കേസ്. കാരണം ഈ നടിയെ ആക്രമിച്ചതെന്ന് മാത്രമല്ല, കൂട്ടബലാത്സംഗം ചെയ്ത് ദൃശ്യങ്ങളെടുത്ത് അത് പലർക്കും വിതരണം ചെയ്തു ഒരു സ്ത്രീയുടെ ജീവിതം ഇല്ലായ്മ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്ത ഏറ്റവും ഹീനമായ ഒരു പരിഷ്കൃത സമൂഹത്തിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത കുറ്റകൃത്യമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു കുറ്റകൃത്യത്തെ ഒരു സാധാരണ കൂട്ടബലാത്സംഗത്തിന്റെ നൽകേണ്ട മിനിമം ഏറ്റവും ചുരുങ്ങിയ ശിക്ഷ നൽകിയത് കോടതിക്ക് തെറ്റുപറ്റി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് പരമാവധി ശിക്ഷ ഇത് പരമാവധി ശിക്ഷ എന്തുകൊണ്ട് നൽകണം എന്ന് പറഞ്ഞാൽ, ഇത് സാധാരണ അത്യപൂർവമായ ഒരു കൂട്ടബലാത്സംഗ കേസാണ്. സാധാരണ കൂട്ടബലാത്സംഗത്തിന്റെ ഗണത്തിൽ ഇതിനെ ഉൾപ്പെടുത്താൻ പറ്റില്ല. ബലാത്സംഗം എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ക്രൈമാണ്. അതീവ രഹസ്യമായി ചെയ്ത് പ്രതി രക്ഷപ്പെടുന്നതാണ്. ഇത് രഹസ്യമായി ചെയ്യുക മാത്രമല്ല, ആ പടമെടുത്ത് ആ ദൃശ്യങ്ങളെടുത്ത് പലർക്കും വിതരണം ചെയ്ത് അതിന്റെ പ്രതിഫലം വാങ്ങി ഒന്നാം പ്രതിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ അന്നത്തെ ഹൈക്കോടതിയിലെ സിംഗിൾ ജഡ്ജ് പരാമർശിച്ചതാണ് അത്യപൂർവമായ ഒരു കൊട്ടേഷൻ റേപ്പാണ്. നമ്മൾ ഇന്ന് വരെ കേട്ടുകേൾവിയില്ലാത്ത കൊട്ടേഷൻ മേർഡർ കേട്ടിട്ടുണ്ട്, കൊട്ടേഷൻ റോബറി കേട്ടിട്ടുണ്ട്, പക്ഷെ കൊട്ടേഷൻ റേപ്പ് എന്ന് പറയുന്നത് അത്യപൂർവമാണ്. അത്യപൂർവങ്ങളിൽ അത്യപൂർവമായ ഒരു കുറ്റകൃത്യമാണ് എന്ന് കോടതിക്ക് തിരിച്ചറിയാൻ സാധിക്കാതെ പോയത് തികച്ചും ദൗർഭാഗ്യകരമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പിന്നെ ഈ പ്രതികൾ പ്രായം നോക്കി ഇവരെ പരിഷ്കരിക്കാൻ, ഇവരെ കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഉള്ള നിഗമനത്തിൽ നമുക്കൊരിക്കലും എത്താൻ പറ്റില്ല. ഒന്നാം പ്രതിയുടെ ആന്റിസിഡന്റ് എന്താണ്? ഇതുപോലെ മറ്റൊരു സംഭവം നടന്നതായി ഈ പ്രോസിക്യൂഷൻ തന്നെ തെളിവിൽ ഹാജരാക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ പ്രതിക്ക് മിനിമം ശിക്ഷ നൽകി തൃപ്തിപ്പെടാൻ ഒരിക്കലും പൊതുസമൂഹം തയ്യാറാവില്ല. കാരണം ഒരു ക്രൈം എന്ന് പറയുന്നത് ആ ക്രൈം അഗെയിൻസ്റ്റ് സൊസൈറ്റിയാണ്, നോട്ട് അഗെയിൻസ്റ്റ് എൻ ഇൻഡിവിജ്വൽ. അപ്പോ ഈ കുറ്റകൃത്യത്തിന്റെ കാഠിന്യം അനുസരിച്ച് അതിന്റെ ആനുപാതികമായി ശിക്ഷ നൽകേണ്ടത് ദാറ്റ് വിൽ റൈസ് എ മെസ്സേജ് ടു ദ സൊസൈറ്റി. സമൂഹത്തിന് മൊത്തം ഉയർത്തും. നാളെ മറ്റൊരാൾ ഈ കുറ്റകൃത്യം ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതും ഇതാണ് എന്നൊരു സന്ദേശമാണ് കുറ്റകൃത്യത്തിന് ആനുപാതികമായ ശിക്ഷ നൽകണം എന്നുള്ളത്. ആ നൽകുന്ന കാര്യത്തിൽ കോടതിക്ക് ഗുരുതരമായ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. യെസ്, അഡ്വക്കേറ്റ് ആസിഫ് അലി, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം. ഈ വിധി പ്രഖ്യാപനം പുറത്തു വന്നതിന് തൊട്ട് പിന്നാലെ നിയമമന്ത്രി പി രാജീവ് പറഞ്ഞു ഇത് പരമാവധി ശിക്ഷയാണ്, ജീവപര്യന്തമാകുമ്പോൾ 14 കൊല്ലമാണ്, ഇത് 20 കൊല്ലമാണ്, പരമാവധി ശിക്ഷയാണ് എന്ന്. തൊട്ടുപുറകെ പുറത്തു വന്ന അഡ്വക്കേറ്റ് രാജകുമാർ പ്രോസിക്യൂട്ടർ പറഞ്ഞു ഇത് മിനിമം ശിക്ഷയാണ്, അതുകൊണ്ട് തന്നെ ഇതിൽ ഞങ്ങൾക്ക് തൃപ്തരല്ല എന്ന്. ഇതെന്ത് തരം ഇങ്ങനെ ഒരു വൈരുദ്ധ്യം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഇത് എത്ര ഗൗരവമുള്ളതാണ്? പ്രോസിക്യൂഷനും സർക്കാരും രണ്ട് തട്ടിലായി നിൽക്കുന്നത്. ഭേദഗതി അറിയാതെ പോയതോ അല്ലെ അറിഞ്ഞിട്ട് അറിയാതിരിക്കുന്നതാണോ എന്നറിയില്ല. സാധാരണ ജീവപര്യന്തം 14 വർഷമാണ്, അത് ജീവപര്യന്തവും ആവാം. പക്ഷേ 2013 ഭേദഗതിയോടുകൂടി നിയമത്തിൽ തന്നെ 376 എഴുതി വെച്ചു, ലൈഫ് ഇംപ്രിസൺമെന്റ് മീൻസ് ശേഷിക്കുന്ന ജീവിതകാലം മുഴുവനും ജയിലിലാണ്. അപ്പൊ അതാണ് കൂടുതൽ കാഠിന്യമേറിയ ശിക്ഷയെന്ന് മനസ്സിലാക്കാൻ നിയമമന്ത്രിക്ക് സാധിച്ചില്ല എന്ന് പറയുന്നത് തികച്ചും അത്യന്തം ഖേദകരമാണ്. ഈ 376 ലൈഫ് ഇംപ്രിസൺമെന്റ് എന്ന് പറയുന്നത് ശേഷിക്കുന്ന ജീവിതകാലം മുഴുവനും ജയിലിലാണ്. കാരണം ഇദ്ദേഹം പുറത്തിറങ്ങുന്നത് സൊസൈറ്റിയുടെ സേഫ്റ്റിക്ക് അപകടമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇദ്ദേഹം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഇതിനു മുമ്പുള്ളൊരു ട്രാക്ക് റെക്കോർഡ് എന്താണ്? മറ്റൊരു നടിയെ തട്ടിക്കൊണ്ടുപോയ ഒരു സംഭവം പ്രോസിക്യൂഷൻ ഈ വിചാരണ വേളയിൽ ഉയർത്തിയതാണ്, ചൂണ്ടിക്കാണിച്ചതാണ്.
അപ്പോ നിയമമന്ത്രി സ്വാഭാവികമാണ്. കാരണം ഈ മന്ത്രിസഭയിലെ പ്രധാനിയായ ഗണേഷ് കുമാർ ഇതിലെ മാസ്റ്റർ കോൺസ്പിറേറ്റർ ജയിലിൽ കിടക്കുന്ന കാലത്ത് അദ്ദേഹത്തെ പോയി കണ്ട് അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്ത് നമ്മളെല്ലാം കണ്ടതാണ്. അപ്പൊ സർക്കാരിന്റെ അക്ഷരാർത്ഥത്തിൽ ഫലത്തിലുള്ള പിന്തുണ വേട്ടക്കാരനോടൊപ്പം തന്നെയാണ്. അതിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, അതായത് അങ്ങനെയാണെങ്കിൽ ഈ കേസിനെ അത് ബാധിക്കുമോ? കാരണം പ്രോസിക്യൂഷൻ ഒരു വഴിക്ക്, സർക്കാർ വേറൊരു വഴിക്ക്. ഈ വിക്ടിമിന് കൊടുക്കുന്ന അപ്പീല് 372 അനുസരിച്ചിട്ട് ശിക്ഷ പോരായ്മയും കൂടി ചാലഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവർക്ക് നൽകിയ മാസ്റ്റർ കോൺസ്പിറേറ്ററെ വെറുതെ വിട്ടതിനെതിരായിട്ടും വിക്ടിമിന് അപ്പീൽ കൊടുക്കാം. ഈ പ്രതികൾക്ക് നൽകിയ ശിക്ഷയുടെ ഇന്നഡീക്വൻസി പോരായ്മയും കൂടി വിക്ടിമിന്റെ അപ്പീലിൽ ഉയർത്തി കാണിക്കാവുന്നതാണ്. അതെ, അതിപ്പോ മന്ത്രി ഇങ്ങനെ ഒരു നിലപാട് എടുക്കാൻ പാടുണ്ടായിരുന്നു. കാരണം പ്രോസിക്യൂഷൻ പറയുന്നത് വരെ മന്ത്രിയാണോ അതിൽ ഒരു നിലപാട് പറയേണ്ടത്? അത് ശരിയായോ? അത് അങ്ങനെയാണെങ്കിൽ മന്ത്രി അങ്ങനെ പറഞ്ഞത് എത്ര കണ്ട് അത് ബാധിക്കും ഈ കേസിന്? ഒരുപക്ഷെ അപ്പീൽ പോകുന്ന സമയത്ത് ബാധിക്കില്ല. അതൊന്നും ഹൈക്കോടതിയിൽ വരുന്ന അപ്പീലിന് അതൊന്നും ബാധിക്കില്ല. മന്ത്രിയുടെ നിലപാടാണത്. ഈ ഗവൺമെന്റിന്റെ നിലപാട് വേട്ടക്കാരനോടൊപ്പം തന്നെയാണ്. പുറത്തെന്ത് പറഞ്ഞാലും മന്ത്രിയുടെ ഉള്ളിലുള്ളത് പുറത്തു വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ മന്ത്രിക്ക് ഇത് സംബന്ധമായി വിവരമില്ലാത്ത ആളാണെന്ന് പറയണം. അത് ഞാൻ ഒരിക്കലും പറയില്ല. ഈ 2013 ഭേദഗതി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ സ്ത്രീകളുടെ സുരക്ഷ തന്നെയാണ്. ഡൽഹി നിർഭയ കേസിന് ശേഷമാണ് 2013 IPCയിൽ സ്ത്രീകളെ ബാധിക്കുന്ന എല്ലാ വിഷയത്തിലും സ്ത്രീകളെ പിന്തുടർന്ന് ദ്രോഹിക്കുന്നത്, സ്ത്രീകളെ പരാമർശിക്കുന്ന, സ്ത്രീകളെ സ്പർശിക്കുന്ന, സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ ലൈംഗിക ചുവയുള്ള സംസാരം നടത്തുന്ന എല്ലാ വകുപ്പുകൾക്കും പുതിയ വകുപ്പുകൾ എഴുതി ചേർത്തു. മാത്രമല്ല ഉള്ള വകുപ്പുകൾക്ക് ശിക്ഷ കൂട്ടി. അതെ, ആ നിലയ്ക്ക് പരമാവധി ജീവപര്യന്തം തന്നെ കിട്ടേണ്ടതായിരുന്നു, കിട്ടാവുന്നതുമായിരുന്നു എന്ന് തന്നെയാണ് താങ്കൾ കരുതുന്നത്? 100% ജീവപര്യന്തം. ഈ 376 ഡിയിൽ പറഞ്ഞ ജീവപര്യന്തം സാധാരണ ജീവപര്യന്തമല്ല. അത് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് വേഴ്സസ് ദൽബീർ സിംഗ് എന്ന് പറഞ്ഞ കേസിൽ 96 സുപ്രീം കോടതി പറഞ്ഞത് ബലാത്സംഗം എന്ന് പറഞ്ഞ ഒരർത്ഥത്തിൽ കൊലപാതകത്തെക്കാളും വലിയ ഹീനകൃത്യമാണ്. കാരണം കൊലപാതകത്തോടു കൂടി ഒരു മനുഷ്യൻ ഇല്ലാതാവുന്നു. ബലാത്സംഗത്തോടു കൂടി അതിന്റെ വിക്ടിം ശേഷിക്കുന്ന ജീവിതകാലം ജീവച്ഛവമായി സൊസൈറ്റിയിൽ ജീവിക്കേണ്ടി വരുന്നു. സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് വേഴ്സസ് ദൽബീർ സിംഗിന്റെ സുപ്രീം കോടതിയുടെ പരാമർശമാണ്.